കായംകുളം ഗോവിന്ദപുണ്ടം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവത സത്രത്തിന്റെ ഭാഗമായി മാളികപ്പുറം സംഗമം നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഗോവിന്ദപുണ്ടം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവത സത്രത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടത്തി. 4-ാം ദിവസം രാവിലെ ഗണപതി ഹോമം, സൂക്തജപം, അയ്യപ്പ സഹസ്രനാമ ജപം, ഗ്രന്ഥ നമസ്കാരം, അയ്യപ്പ ഭാഗവത പാരായണം, ദേവി അഷ്ടോത്തര ജപം, പ്രഭാഷണം, അന്നദാനം എന്നിവയ്ക്ക് ശേഷം മാളികപ്പുറം സംഗമം നടത്തി. ഇതിൽ മുഖ്യ അതിഥിയായി ചലച്ചിത്ര ബാലതാരം ദേവനന്ദ പങ്കെടുത്തു. കാരണം നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്ര ടെൻഷനായിട്ട് വന്നാലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കിട്ടും. നമ്മൾ എത്ര സങ്കടം വെച്ച് വന്നാലും ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കിട്ടുന്നത്. ഇവിടെ കുറെ അമ്മൂമ്മമാർക്ക് അറിയായിരിക്കും, ഇവിടെ ഭജനക്കൊക്കെ ഇരിക്കുന്ന അമ്മൂമ്മമാർക്ക് അറിയായിരിക്കും. ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്കൊരു മനസമാധാനമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ സമയത്ത് എല്ലാവരും ടെൻഷൻ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരെയും അമ്പലത്തിലേക്ക് കൊണ്ടുവരാം. കാരണം നമുക്ക് ഈ സത്രങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഓരോ ആചാര്യന്മാരും ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഓരോ കാര്യങ്ങളും നമ്മളെ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ആ ഓരോ വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ കുറെ കൊച്ചുകുട്ടികളുണ്ട്, എന്റെ പ്രായത്തിലുള്ള കൂട്ടുകാരെല്ലാരും ഉണ്ട്. ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ആണ്. അമ്മൂമ്മമാർ അല്ലെങ്കിൽ ആന്റിമാരെല്ലാരും അമ്പലത്തിലേക്ക് വരുമ്പോ നിങ്ങളുടെ കൊച്ചുമക്കളെയും കൊണ്ടുവരിക. കാരണം ഞാൻ അമ്പലങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞത് എന്റെ അമ്മാമ്മ എനിക്ക് കഥ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓരോ അമ്പലങ്ങളെ കുറിച്ചും ഭഗവാന്മാരുടെ ഓരോ കഥകളെ കേട്ടതും. അപ്പൊ നിങ്ങളുടെ കൊച്ചുമക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഇല്ല. ഹോംവർക്ക് തീർത്തിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവരും ഈ ഓരോ സത്രങ്ങളുടെ ഭാഗമാകുമ്പോഴാണ് അവർക്കും ഓരോരോ അറിവുകൾ വരുന്നത്. ഈ അറിവുകൾ നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും വരിക, സമയം ഉണ്ടാക്കി ഇവിടെ വന്ന് ഒരു പരിപാടി തീരുന്നത് വരെ ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇപ്പൊ സമയമില്ലാത്തൊരു സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം ഈ ഓരോ പരിപാടികളും നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഈ സത്രത്തിന് പുറകിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കാരണം ഞാനിപ്പോ മാളികപ്പുറം ഇറങ്ങിയിട്ട് 3 വർഷമാകാൻ പോവാണ്. ഈ 3 വർഷത്തിൽ ഞാൻ ഒത്തിരി അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോഴും ഓരോ മൂർത്തിമാരെ തൊഴാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ സത്രങ്ങളിൽ പോകുമ്പോൾ എനിക്കും ഓരോ അറിവുകൾ കിട്ടുകയാണ്. തുടർന്ന് സമൂഹ നീരാഞ്ജന സമർപ്പണം നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രതന്ത്രി ഹരികൃഷ്ണൻ നമ്പൂതിരി, യജ്ഞാചാര്യൻ താഴൂർ ജയൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നീലം ചേലം വസാനം കരതല വിലസ ചണ്ഡഗോദണ്ഡദണ്ഡം രാഗദ്വേഷാദി നാനാവൃതം ഗപടലി ഭീഷയൻ ഭൂതനാഥ കുറുവന്നോ കേടലീലാം പരിലസതു മനകാനനേ മാമകീനേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേതുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കലിയുഗവരതനായി ആപത്ബാന്ധവനായി കുടിയിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ പൂർണ്ണാവതാരമായിരിക്കുന്ന ഹരിഹരസുതൻ ഭഗവാന്റെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. വീണ്ടും സ്വല്പം പുഷ്പം കൂടി എടുത്ത് ഇനി നമ്മൾ ഭഗവാന്റെ അഷ്ടോത്തര നാമമാണ് ജപിക്കുന്നത്. എല്ലാ ധർമ്മശാസ്ത്രേ നമഃ, ഓം വേദശാസ്ത്രേ നമഃ, ഓം കാലശാമി സിദ്ധിർഭവതു മേ സദാ, ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സ്കന്ദായ കാർത്തികേയായ
പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ബൈജു കന്നേൽ, സ്വരാജ് കരൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.